കവാടം തുറക്കും. രക്ഷാകരമുസ്തിയേ ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. തിരുവുത്ഥാന മഹോത്സവം കഴിഞ്ഞു വരുന്ന ഈ ആദ്യ വെള്ളി ദിനത്തിൽ ഈശോയെ, അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് കാട്ടിയ വലിയ സ്നേഹവും കരുണയുമാണല്ലോ നിന്റെ സഹനങ്ങളും കുരിശിലെ യാഗാർപ്പണവും. ഇവയിലൂടെയെല്ലാം കടന്നുപോയത് കൊണ്ടാണല്ലോ ഉത്ഥാനത്തിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ഉയർപ്പുണ്ട് എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ദിവ്യകാരുണ്യേശോയെ, ഞെരുക്കങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവയെല്ലാം ഉത്ഥാനത്തിൻ്റെ സന്തോഷം മുന്നിൽ കണ്ട് നിന്നോടൊപ്പം കുരിശുമായി മുന്നേറുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ജീവിതത്തിലെ ക്ലേശങ്ങളെ പഴിക്കാതെ അവയെല്ലാം സമചിത്തതയോടെ ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഉത്ഥാനാനന്തരം അങ്ങ് ഞങ്ങളുടെ മധ്യേ വസിക്കുന്നുവെന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു. അങ്ങ് ആശംസിക്കുന്ന സമാധാനം ഞങ്ങളിൽ നിലനിൽക്കുവാനും വളരുവാനും ഇടയാക്കണമേ. കരയുന്ന നേരങ്ങളിൽ ആശ്വാസത്തിന്റെ വചനവുമായി അങ്ങ് കടന്നു വരുന്നുവല്ലോ. പരാജയങ്ങളിൽ ഭീതിയോടെ നിൽക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്നത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. യേശുവേ, അങ്ങേ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ആശംസിച്ചത് സമാധാനം മാത്രമായിരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലും സമാധാനം കുടികൊള്ളാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ വാക്കുകൾ എല്ലാം മറ്റുള്ളവർക്ക് ആശ്വാസമായി, സമാധാനമായി, അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളും വേദനകളും രോഗങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും എല്ലാം ഉത്ഥാനത്തിന് മുന്നോടിയായുള്ള പീഡാനുഭവങ്ങളാണെന്ന് തിരിച്ചറിയുവാനും അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ വേദനകളെ ഓർക്കുമ്പോൾ അങ്ങയുടേതിനേക്കാൾ എത്രയോ നിസ്സാരം. ഞങ്ങളുടെ സഹനങ്ങളെക്കാൾ വലിയ സഹനം അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെയെല്ലാം പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ തിരുമുമ്പിൽ അവരെയെല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്നു. ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അങ്ങ് അവരോടൊപ്പമായിരിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കണമേ. ഇപ്പോൾ അവരുടെ വേദനകൾ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. പ്രിയപുത്രനെ
രക്ഷാകര പദ്ധതിക്ക് വിട്ടുകൊടുത്ത വ്യാകുലാംബയുടെ സ്നേഹവും സഹനവും എത്രമാത്രം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, യേശുവേ മഹത്വം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനത്തിന്റെ, രോഗങ്ങളുടെ, ദാരിദ്ര്യത്തിന്റെ, നിന്ദനങ്ങളുടെ, ഒറ്റപ്പെടലിന്റെ ഒക്കെ ആ തീച്ചൂളയിൽ അങ്ങ് ഞങ്ങളെ ശുദ്ധി ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തില് 5-ാം അധ്യായം 10-ഉം 12-ഉം വാക്യങ്ങൾ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. യേശുവേ, എത്ര വലിയ ആശ്വാസത്തിന്റെ, അനുഗ്രഹത്തിന്റെ വചസ്സുകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ എന്ന്, ആഴമായി അത് ഉറപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ സന്തോഷം എന്നും ജീവിതത്തിൽ അനുഭവിക്കുവാനാണ് അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിലേക്ക് വിളിച്ചത് എന്നുള്ള ഇക്കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്നേഹനിധിയായ തമ്പുരാനെ, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളിലും നിന്നോട് ചേർന്ന് നിൽക്കുവാനും നീ തന്നെയായി തീരുവാനും, അങ്ങനെ എന്നും നീ നൽകുന്ന സമാധാനം അനുഭവിക്കുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അവിടുത്തെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് നൽകുന്ന സമാധാനവും സന്തോഷവും എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും ഒരനുഗ്രഹമായി മാറുവാനും നമുക്ക് തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മുമ്പിൽ കുമ്പിടാം. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.